നമസ്കാരം. എമ്പുരാൻ വിവാദം കാരണം മോഹൻലാലും ബാല്യകാല സുഹൃത്തായിട്ടുള്ള സുരേഷ് കുമാറും ഒക്കെ വീണ്ടും അടുത്തു. സിനിമ കൊണ്ടുണ്ടായ നേട്ടമായാണ് ഇതിനെ മോളിവുഡ് വിലയിരുത്തുന്നത്. സുരേഷ് കുമാറിനെ അപമാനിച്ച് ആന്റണി പെരുമ്പാവൂർ ഇട്ട പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പിന്നീട് ഈ പോസ്റ്റ് ആന്റണി പിൻവലിച്ചു. നിർമ്മാതാക്കളുടെ സംഘടനയുടെ കടുത്ത നിലപാട് കാരണമായിരുന്നു ഇത്. എമ്പുരാനെതിരെ സംഘപരിവാർ അതിശക്തമായ നിലപാടെടുത്തതോടെ സുരേഷ് കുമാറിനെ അടുപ്പിക്കേണ്ടത് ആന്റണി പെരുമ്പാവൂരിന്റെ അനിവാര്യതയായി മാറി. സുരേഷ് കുമാറിനെ ആന്റണി ഫോണിൽ വിളിച്ചു. ആത്മസുഹൃത്തായ സുരേഷ് കുമാറിനെ മോഹൻലാലും നേരിട്ട് വിളിച്ചു. ഇതോടെ സുരേഷ് കുമാറും മോഹൻലാലിന്റെ ടീമുമായുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുന്നു. RSSും BJPയുമായി അടുപ്പമുള്ള വ്യക്തിയാണ് സുരേഷ് കുമാർ. PP മുകുന്ദൻ BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മുതൽ പരിവാർ പ്രസ്ഥാനങ്ങളുമായാണ് സുരേഷ് കുമാർ ചേർന്ന് പ്രവർത്തിച്ചത്. RSS ചാനലായ ജനം TVയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് സുരേഷ് കുമാർ. അന്നും ഇന്നും എല്ലാ അർത്ഥത്തിലും പരിവാറുകാരൻ. അതുകൊണ്ട് തന്നെ RSSന്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ സുരേഷ് കുമാറിലൂടെ സാധിക്കുമെന്ന വിലയിരുത്തൽ മോഹൻലാലിനുണ്ട്. സുരേഷ് കുമാറിനെ ആന്റണി പെരുമ്പാവൂർ ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്ത് എല്ലാം ഓക്കെ അല്ല അണ്ണ എന്നായിരുന്നു പൃഥ്വിരാജ് കമന്റ് ചെയ്തത്. ഇതടക്കം സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി. പക്ഷേ നിർണായക ഘട്ടത്തിൽ എല്ലാം ഓക്കെ ആക്കാൻ മോഹൻലാലിനൊപ്പം സുരേഷ് കുമാർ ചേർന്ന് നിൽക്കും. സിനിമയെ സിനിമയായി കാണണമെന്ന സന്ദേശത്തിനൊപ്പം വേദനിപ്പിക്കുന്ന സീനുകൾ ഒഴിവാക്കാനും നിർമ്മാതാക്കൾ തയ്യാറായിട്ടുണ്ട്. എമ്പുരാനെ വീണ്ടും നേർവഴിക്ക് എത്തിക്കാനുള്ള ചർച്ചകളിൽ സുരേഷ് കുമാറും പ്രധാന പങ്ക് വഹിക്കും. കേന്ദ്ര സെൻസർ ബോർഡിനെ അടക്കം ഇതിൽ പങ്കാളിയാക്കാനാണ് നീക്കം. നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നോട്ടീസിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചത്. നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ച സമരം പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങളാണ് ആന്റണി പെരുമ്പാവൂരിനെ ചൊടിപ്പിച്ചത്. താൻ നിർമ്മിക്കുന്ന ചിത്രമായ എമ്പുരാന്റെ ബജറ്റ് സുരേഷ് കുമാർ വെളിപ്പെടുത്തിയതാണ് ആന്റണിയെ പ്രകോപിപ്പിച്ചത്. സിനിമാ സമരത്തിനെതിരായ നിലപാടായിരുന്നു ആന്റണി പെരുമ്പാവൂർ സ്വീകരിച്ചത്. ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ വാക്കുകളിൽ സുരേഷ് കുമാർ പെട്ടുപോയതാണോ എന്ന് ആന്റണി സംശയം പ്രകടിപ്പിച്ചിരുന്നു. സിനിമ സമരമടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നും ആന്റണി പെരുമ്പാവൂർ ചോദിച്ചിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭിന്നത തുറന്നുകാട്ടുന്നതാണ് കുറിപ്പെന്ന് അപ്പോൾ വ്യാഖ്യാനമുണ്ടായി. ആന്റണിയെ പിന്തുണച്ച് മോഹൻലാൽ തന്നെ രംഗത്തെത്തി. പൃഥ്വിരാജും ടൊവിനോ തോമസും ഉണ്ണി മുകുന്ദനും അജു വർഗീസും അടക്കം പിന്തുണച്ചതോടെ മലയാള സിനിമാ മേഖല തന്നെ രണ്ട് തട്ടിലായി. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. പിന്നാലെ ആന്റണിയെ തള്ളി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തി. സുരേഷ് കുമാർ പറഞ്ഞത് സംഘടനയുടെ തീരുമാനമാണെന്ന് അവർ വിശദീകരിച്ചു. സംഘടനയിൽ ഭിന്നിപ്പില്ലെന്ന് സംഘടനയുടെ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫൻ അവകാശപ്പെട്ടു. കൊച്ചിയിൽ ചേർന്ന ഫിലിം ചേംബർ യോഗം ആന്റണിക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിക്കുകയും 7 ദിവസത്തിനകം വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു. ഇതിനിടെ മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകളുമായി കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ചേംബറിന്റെ അനുമതി വാങ്ങണമെന്നാവശ്യപ്പെട്ട് ഫിയോക് അടക്കമുള്ള സംഘടനകൾക്ക് കത്ത് നൽകിയിരുന്നു. ഇത് മാർച്ച് 27-ന് ഇറങ്ങുന്ന എമ്പുരാനെ ലക്ഷ്യമിട്ടാണെന്ന് വ്യാഖ്യാനമുണ്ടായി. ഇതിനെല്ലാം പിന്നാലെയാണ് ആന്റണി സംഘടനകൾക്ക് വഴങ്ങി പോസ്റ്റ് പിൻവലിച്ചത്. അതിനുശേഷം റിലീസായ എമ്പുരാൻ ആന്റണിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് വിവാദമായി മാറി. കേരളത്തിന് പുറത്തുള്ള സിനിമാ വിപണിയിൽ ചലനമുണ്ടാകണമെങ്കിൽ RSS പിന്തുണ അനിവാര്യതയാണ്. ഈ സാഹചര്യത്തിലാണ് സുരേഷ് കുമാറിനെ ആന്റണി അഭയം പ്രാപിച്ചത്. RSSന്റെ ദേശീയ മുഖമാസികയായ ഓർഗനൈസറിലെ ലേഖനം മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്നതാണ്. അതിനിടെ സിനിമ ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന സൂചന നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലൻ നൽകി കഴിഞ്ഞു. എമ്പുരാൻ എന്ന സിനിമ ആരെയും വേദനിപ്പിക്കാൻ എടുത്തതല്ല എന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലൻ പറഞ്ഞത്. സിനിമ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടെന്നും പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുത് എന്ന് കരുതിയാണ് സിനിമയുമായി സഹകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയ്ക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ ആരും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും സിനിമ കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത്.
എമ്പുരാൻ എന്ന സിനിമയിൽ കാണിക്കുന്ന എന്തെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെയെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ സംവിധായകനായ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട്. മാറ്റം വരുത്താൻ എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ മാറ്റണമെങ്കിൽ അതിന് നല്ല ചെലവ് വരും. അപ്പോൾ 4000-ലധികം തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയിൽ മാറ്റം വരുത്താൻ അത്രത്തോളം പണം മുടക്കേണ്ടി വരും. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നതാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊരു സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ലല്ലോ, സിനിമ കാണുന്നവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് കാണുന്നത് എന്ന് ഗോപാലൻ പറയുന്നു. ഇത്തരമൊരു നിലപാടിലേക്ക് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ എത്തുന്നത് വിമർശനങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞാണെന്ന വിലയിരുത്തലുമുണ്ട്. നാൾക്ക് മുമ്പാണ് മലയാള സിനിമയിൽ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് അടക്കം സുരേഷ് കുമാർ രംഗത്തെത്തിയത്. തുടർന്നാണ് അതിനെതിരെ ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ഇടുകയും അത് വിവാദമാവുകയും ചെയ്യുന്നത്. അന്ന് സുരേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് അർത്ഥവത്തായി മാറിയിരിക്കുകയാണെന്ന തരത്തിൽ RSS മുഖപത്രമായ ജന്മഭൂമിയും വാർത്ത നൽകുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂരിന് വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നുമില്ലെങ്കിലും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞ ആരോപണങ്ങൾ ആരോ പറയിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ആർക്കോ വേണ്ടി വിഴുപ്പലക്കുകയാണെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു. ആന്റണിക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നുമില്ല, അദ്ദേഹത്തെ കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ആരോ പറയിപ്പിക്കുന്നതാണ്, അല്ലാതെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയില്ല. ആന്റണിക്ക് അത് പറയാനുള്ള ഒരു ആംപിയറുമില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പറയുന്ന ആളല്ല ആന്റണി. ആന്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ്, ചില താരങ്ങളാണത്. അവർ മുന്നിൽ വരട്ടെ, അപ്പോൾ സംസാരിക്കാം. അവർ എന്തിനാണ് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നത്? അവരെയൊക്കെ ബാധിക്കുന്നത് തന്നെയാണ് കാരണമെന്നാണ് അന്ന് സുരേഷ് കുമാർ പറഞ്ഞത്. ഇന്ന് ആ വാക്കുകൾക്ക് പിന്നിലെ സത്യം തേടുകയാണ് സിനിമാ പ്രേക്ഷകർ എന്നാണ് ജന്മഭൂമി പറഞ്ഞത്. ആന്റണിയെ പോലുള്ളവരെ മറയാക്കി എമ്പുരാനിൽ സ്വന്തം ഇഷ്ടങ്ങൾ തിരുകി കയറ്റുന്നവരുണ്ടാകാമെന്നും അത്തരക്കാർ മലയാള സിനിമയെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുകയാണെന്ന സൂചനയുണ്ടെന്നും വാർത്ത വിശദീകരിക്കുന്നു. അതായത് മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും സുരേഷ് കുമാർ സഹായിക്കും, മറ്റേ ലോബിയെ തകർക്കുകയും ചെയ്യും. നന്ദി.